പ്രോജക്റ്റ് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ആണ്. നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്നത് പോളിത്തീൻ പ്ലാസ്റ്റിക് ആണ്. അത് ഭയങ്കര ഹാംഫുൾ ആണ് നമ്മുടെ സോയിലിന്. C2H40 യൂണിറ്റ്സ് ചേർന്നതാണ് പോളിത്തീൻ പ്ലാസ്റ്റിക്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ 400 മുതൽ 1000 വർഷം വരെ മണ്ണിൽ അലിഞ്ഞു ചേരാതിരിക്കും. അത് ഉണ്ടാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ബയോഡിഗ്രേഡബിൾ ആയ പ്ലാസ്റ്റിക് 2 ദിവസത്തിൽ തന്നെ നിർമ്മിക്കാനും 2 ദിവസത്തിൽ തന്നെ അലിഞ്ഞു ചേരുകയും ചെയ്യും. മണ്ണിന് ദോഷങ്ങളൊന്നും വരുത്താതെ തന്നെ. ആദ്യം ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക. പിന്നെ ആവശ്യമായ 4 ടീസ്പൂൺ വെള്ളം അതിലേക്ക് ചേർക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. അതിനൊപ്പം വിനാഗിരി എടുത്തിട്ട് 1 ടീസ്പൂൺ ചേർക്കുക. അതിന് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഗ്ലിസറിൻ എടുക്കുക. ഗ്ലിസറിനും ഒരു ഹാഫ് സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഗ്യാസ് കത്തിച്ചതിന് ശേഷം അതിലേക്ക് ബൗളെടുത്ത് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നല്ലോണം ബോയിൽ ചെയ്തിരിക്കുക. നല്ലോണം ബോയിൽ ചെയ്യുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു ചെറിയൊരു തിക്കാവും ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് ഇരിക്കുക. അതിന് നല്ലോണം മിക്സ് ചെയ്ത ശേഷം അതിന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. നല്ലോണം ബോയിൽ ചെയ്ത് കുറച്ചൊന്നും കൂളാക്കി വെക്കുക. അതിനുശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒരു പേപ്പർ ഷീറ്റ് പോലെ നല്ലോണം പരത്തിയിട്ട് 24 hours വയ്ക്കുക. ഈ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുത്ത ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന്റെ പ്രോട്ടോടൈപ്പാണിത്. ഇത് ലാർജ് സ്കെയിലിലും ഉണ്ടാക്കാം. പ്ലാസ്റ്റിക്കിന് പകരം ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാനും സാധിക്കും. ഇത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ആശയം. താങ്ക് യു.